கர்த்தர் எனக்காக யாவையும் செய்து முடிப்பார். சங்கீதம் 138:8. The Lord will perfect that which concerneth me. Psalms 138:8. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கோஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். தேவனாகிய கர்த்தர் இந்த மாதத்திலே தம்முடைய வார்த்தைகளை நிறைவேற்ற உண்மையுள்ளவராயிருக்கிறார். ஆதலால் அவர் சொன்ன வார்த்தையின்படியே நிறைவேற்றுவார். நாம் கண்ட எல்லா துயரங்களுக்கும், சூழ்நிலைகளுக்கும், பிரச்சனைகளுக்கும், கடன் பாரங்களுக்கும் பலனாக தேவனுடைய வார்த்தையை பிடித்து கொள்ளுவோம். நிச்சயம் தேவனாகிய கர்த்தர் தம்முடைய வார்த்தையின்படியே நம்மை ஆசீர்வதிப்பார். இந்த 2வது மாதத்திலே ஒவ்வொரு நாளும் தேவனுடைய வார்த்தையை கேளுங்கள், அறிக்கை செய்யுங்கள், விசுவாசியுங்கள். கர்த்தர் சொன்ன வாக்கு தத்தங்களை அவர் நிறைவேற்றுவார் என்று விசுவாசிப்போம், காத்திருப்போம். தேவனாகிய கர்த்தர் இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. ஆமேன். പ്രൈസ് ദി ലോർഡ്. ഏവർക്കും പ്രഭാത വന്ദനം. ഓരോ ദിവസവും നമ്മെ പരിപാലിച്ച് നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിലും ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കർത്താവായ യേശു ക്രിസ്തു നൽകിയ ഈ ഭാഗ്യകരമായ അനുഭവത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഓരോ മാസവും നമ്മെ ക്രിസ്തുവിൽ ജയത്തോടെ നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ തോമസ് ചെല്ലയൻ അവർക്കും സഹപ്രവർത്തകർക്കും ലോകമെമ്പാടും യൂട്യൂബ് ചാനലിലൂടെ ഈ സന്ദേശം ശ്രവിക്കുന്ന ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. ഈ പ്രഭാതത്തിൽ അല്പസമയത്തെ സന്ദേശത്തിന് ആധാരമായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാമത് തിരുവചന ഭാഗം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ധന്യനായ പൗലോസ് ദേശമെമ്പാടും പാർക്കുന്ന ക്രിസ്തുവിശ്വാസികളോട് അവരുടെ ആത്മീക ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗമനുസരിച്ച് നൽകുന്ന സന്ദേശം ഗലാത്യ സഭകൾക്ക് ലേഖനമെഴുതുമ്പോൾ പൗലോസ് എന്ന ദൈവമനുഷ്യൻ ഓർമ്മിപ്പിക്കുന്ന ഒരു അടിമത്വത്തിൻ്റെ കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി നിങ്ങൾ ദൈവവിഷയം സംബന്ധിച്ച് എല്ലായ്പ്പോഴും സ്വതന്ത്രരായി യേശുക്രിസ്തു വഴി ജീവിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എന്ന് സന്ദേശം നൽകുകയാണ്. നോക്കൂ, ലോകമെമ്പാടും അടിമത്വം മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ അബ്രഹാമിൻ്റെ സന്തതികൾ 430 സംവത്സരം ജീവിച്ച് വന്ന കാലഘട്ടം. അന്ന് മോശെ എന്ന അനുഗ്രഹീത ദൈവമനുഷ്യനെ ആ ദേശത്തേക്ക്, മിസ്രയീമിലേക്ക് അയച്ച് അവിടുന്ന് ജനത്തെ ഫറവോന്യ അടിമത്വത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതായി നാം തിരുവെഴുത്തിലൂടെ ശ്രദ്ധേയമായി പഠിക്കുന്നു. പുറപ്പാട് പുസ്തകം പഠിക്കുന്ന ഒരു ദൈവവൈതലിന് മനസ്സിലാകും, ന്യായപ്രമാണത്തിൻ്റെ കല്ലേ പിളർക്കുന്ന ധാരാളം സന്ദേശങ്ങൾ ഇസ്രായേൽ ജനത്തിന് പാലിക്കുവാൻ കഴിയാതെ അവർ വഴിയിൽ പട്ടുപോകുന്നതും ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടി ദൈവത്തോട് അവർ കേടുന്നതുമായ അനുഭവങ്ങളെക്കുറിച്ച് തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം നൽകുകയാണ്. ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന പ്രിയരെ, ലോകം എമ്പാടും പാർക്കുന്ന ജനതയെ നാം പരിശോധിക്കുമ്പോൾ ഓരോ ദേശങ്ങളിലും പാർക്കുന്ന ജനം പല വിഷയങ്ങളിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഇന്നും
അവരാൽ കഴിയുന്ന രീതിയിൽ അവർ മുന്നോട്ട് ജീവിതം നയിച്ചു വരികയാണ്. ഇന്നും ഓരോ ദേശങ്ങളിലും ജനം അടിമകളാണെന്ന് സ്പഷ്ടമായി വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ന് അടിമത്വം മനുഷ്യജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ ഈ സന്ദേശത്തിന്, ഈ തിരുവചന ദൂതിന് വളരെ പ്രാധാന്യതയുണ്ട്. ഓരോ ദേശങ്ങളിൽ പാർക്കുന്ന ജനം ജാതിയുടെയും മതത്തിൻ്റെയും സാമ്പത്തികം ഇല്ലായ്മയുടെയും വിദ്യാഭ്യാസ ലഭ്യത കുറവിൻ്റെ അടിസ്ഥാനത്തിലും ജനം അടിമത്വത്തിലേക്ക് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് എവിടെ നോക്കിയാലും. വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ മനുഷ്യരുടെ നടുവിലും അടിമത്വം നിലനിൽക്കുന്ന കാലഘട്ടം. ഭാരതരാജ്യം വളരെ അഭിമാനത്തോടെ, വളരെ സന്തോഷത്തോടെ വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം കൂടെ ആഘോഷിക്കുന്ന ഈ വേളകളിൽ നമുക്കൊന്ന് ഭാരതത്തിൻ്റെ മണ്ണിൽ വിവിധ സംസ്ഥാനങ്ങളിലൂടെ നമ്മുടെ മനസ്സും ഹൃദയവും നമ്മുടെ ജീവിതവും ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, ഓരോ ദേശങ്ങളിലും ഇന്നും അടിമത്വം മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. മണിപ്പൂർ കലാപം നാം പരിശോധിച്ചാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ അക്ഷരാർത്ഥമുള്ള യേശുവിൻ്റെ മടങ്ങിവരവിന് മുന്നോടിയായി നടക്കേണ്ടിയ പ്രവചനങ്ങളിൽ ഒന്ന് അവിടെ ഇപ്പോഴും നടമാടുന്നു. ജാതി ജാതിയോട് എതിർത്തുകൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യരും പരസ്പരം കൈകോർത്തും സഹകരിച്ചും ജീവിക്കേണ്ടവർ തമ്മിലടിച്ചും രക്തം ചൊരിയിച്ചും അന്യോന്യം പോരിന് വിളിച്ചും അവർ ജനത്തെ കൊന്നൊടുക്കുകയാണ്. ദേശത്തിൻ്റെ വിവിധ ഇടങ്ങൾ, രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങൾ ചോരപ്പുഴകൾ ഒഴുകുകയാണ്. ഇപ്പോഴും മനുഷ്യർ അടിമത്വത്തിൻ്റെ ആ നുകത്തിൽ നിന്ന് സ്വതന്ത്രരായിട്ടില്ല. അടിമത്വം എവിടെ മനുഷ്യജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം മനുഷ്യൻ സ്വസ്നേഹികളും വമ്പു പറയുന്നവരും ജീവിതത്തിൽ കുറ്റക്കാരായി, കുറ്റവാളികളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തെ ധന്യനായ പൗലോസ് മറികടക്കേണ്ടതിനും അതിജീവിക്കേണ്ടതിനും കർത്താവായ യേശുക്രിസ്തു നൽകിയ രക്ഷയുടെ സന്ദേശത്തെ ലോകമെമ്പാടുമുള്ള മനുഷ്യരോട് അറിയിച്ചുകൊണ്ട് ദൂത് കൈമാറുകയാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു ഒരു രക്ഷാമാർഗം നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ആകയാൽ ആ രക്ഷയുടെ മാർഗം പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന്, നരക ശിക്ഷയുടെ അനുഭവത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ യേശുക്രിസ്തു വഴി സമസ്ത മനുഷ്യരോടും നൽകുന്ന രക്ഷയുടെ ദൂത് യേശുക്രിസ്തു കാൽവറിയിൽ നമുക്കായി രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായി യേശു മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന ചോദിച്ചുകൊണ്ട് ധന്യനായ ക്രിസ്തേശു ലോകരക്ഷിതാവ് ഉയർത്തെഴുന്നേറ്റു. മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ നൽകപ്പെട്ട ഒരേ ഒരു സന്ദേശം, ഒരേ ഒരു മാർഗം, അത് ക്രിസ്തു മാർഗമാണ്, സുവിശേഷ മാർഗമാണ്, രക്ഷാദൂതാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് ആ കർത്താവിനെ, അവിടുത്തെ കൽപ്പനകളെ പ്രമാണിച്ച് അവിടുത്തെ ആരാധിച്ച് അനുധാവനം ചെയ്യുന്ന സത്യക്രിസ്ത്യാനിയോട് പരിശുദ്ധാത്മ നിയോഗത്താൽ പൗലോസ് എന്ന അനുഗ്രഹീത ദൈവമനുഷ്യൻ പറയുകയാണ്, ഇനി നിങ്ങൾ പാപത്തിന് അടിമകളല്ല, പിശാചിന് അടിമകളല്ല. അവിടെ നിന്ന് സാക്ഷാൽ ദൈവമായവൻ നിങ്ങൾക്ക് രക്ഷ തന്നു, സ്വാതന്ത്ര്യം തന്നു. എന്നാൽ പിശാചായവൻ, ശത്രുവായവൻ നിങ്ങളെ വീണ്ടും പാപപ്രവൃത്തികൾ ചെയ്യാൻ അടിമകളാക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ നടുവിൽ നിങ്ങൾ ബുദ്ധിയുള്ളവരും ദൈവാശ്രയമുള്ളവരുമായി ജീവിതം നയിക്കാൻ
ഈ ലേഖനങ്ങളിലൂടെ, ഈ സന്ദേശങ്ങളിലൂടെ പരിശുദ്ധാത്മാവാം ദൈവം ഓരോ വ്യക്തികളോടും, ഓരോ സഭകളോടും, ഓരോ ദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരോടും, ഓരോ ഭാഷക്കാരോടും, ഓരോ രാജ്യക്കാരോടും സന്ദേശം നൽകുകയാണ്. ഈ രക്ഷയുടെ ദൂത്, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ദൂത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന് പ്രാരംഭമായി സ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടതുണ്ട്. നോക്കൂ, ലോകം മുഴുവൻ മനുഷ്യർ അടിമത്വത്തിൻ്റെ കഥ പേറി കഥയുമായി ജീവിതത്തിൽ ഹൃദയം വേദനിച്ച്, ഹൃദയം തന്നെ ജീവിക്കാൻ കഴിയാതെ വിധം മടുപ്പ് വരുത്തി മുൻപോട്ടുള്ള ജീവിതഗമനത്തെ മതി എന്ന് പറയത്തക്ക നിലയിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ രാവിലെയും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദൂത് എന്താണ്? പാപത്തിന്, പിശാചിന് നിങ്ങളെ അടിമപ്പെടുത്താൻ കഴിയാത്ത വിധം നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. അത് ഹൃദയത്തിനകത്ത് ഒന്നാമത് സ്വാതന്ത്ര്യം വരെയാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ലഭ്യതയെക്കുറിച്ച് നിങ്ങൾ മക്കൾ ആകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രൻ എങ്കിലോ ദൈവഹിത പ്രകാരം അവകാശിയും ആകുന്നു എന്ന് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-7 തിരുവചന ഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മെ ധൈര്യത്തോടെ ദൂത് കൈമാറി നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കുകയാണ്. നോക്കൂ, ഓരോ മനുഷ്യരും അഭിമുഖീകരിക്കുന്ന അടിമത്വം പലവിധമാണ്. ചിലർ രോഗമെന്ന അടിമത്വത്തിലൂടെ കടന്നുപോകുന്നു, ചിലർ കടഭാരം എന്ന അടിമത്വത്തിലൂടെ കടന്നുപോകുന്നു, ചിലർ സമൂഹത്തെ ഫേസ് ചെയ്യുവാൻ കഴിയാത്ത വിധം പലവിധ അപകർഷ ബോധമെന്ന അടിമത്വത്തിലൂടെ കടന്നുപോകുന്നു. ചില സമുദായങ്ങൾ മറ്റു സമുദായങ്ങളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അനുഭവത്തിൽ ശേഷിപ്പുകളിൽ ഒതുക്കപ്പെട്ടവരായി അടിമത്വം അനുഭവിക്കുന്നു. ചില മനുഷ്യർ ചില വീടുകളിൽ പോലും ആ വിധത്തിൽ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, ബന്ധങ്ങൾക്കനുസരിച്ച് സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ കഴിയാതെ വിധം ജീവിതത്തിൽ അടിമപ്പെട്ടിരിക്കുന്നു. ചിലർ കുടുംബജീവിതത്തിൽ പരാജയം അനുഭവിച്ച് ഭാര്യ ഭർത്തൃ ബന്ധം ഉലഞ്ഞിട്ട് അവർ അടിമകളായി ജീവിക്കുന്നു. നോക്കൂ, സമൂഹത്തിൻ്റെ നാനാതുറകളിൽ ജീവിക്കുന്ന മനുഷ്യർ പരസ്പരം അടിമത്വത്തിൻ്റെ പിന്നിൽ അവരെ ഭാരപ്പെടുത്തുന്ന, പരസ്പരം കുറ്റപ്പെടുത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന വാക്കുകളും വൈരമായി പെരുമാറുന്ന പെരുമാറ്റങ്ങളും അനുഭവിച്ച് വീണ്ടും വീണ്ടും അടിമത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ ഈ സന്ദേശത്തിന്, ഈ പ്രഭാതത്തിൽ സകല മനുഷ്യ ഹൃദയങ്ങളിലും നൽകുന്ന ഒരേ ഒരു സന്ദേശം, കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ആകയാൽ നിങ്ങൾ ആ ക്രിസ്തു നൽകിയ രക്ഷയുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ചു വരവേ നിങ്ങളെ വീണ്ടും വീണ്ടും അടിമത്വത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പിശാചും പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരും പ്രവർത്തിക്കുമ്പോൾ അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങാതെ ജീവിക്കണമെങ്കിൽ ഒന്നാമത് ദൈവത്തിൽ ആശ്രയമുള്ളവരായി, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചവരായി ജീവിതം നയിക്കണം. ദൈവവേലക്കാരായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന പല അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തരും അവരുടെ കുടുംബങ്ങളും സഭകളും പലവിധത്തിൽ അടിമത്വത്തിലേക്ക് പോകാൻ പിശാച് അവൻ്റെ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ സാത്താനെ ജയിക്കേണ്ടതിന് വാഗ്ദത്തങ്ങളെ നാം മുറുകെ പിടിക്കണം. പുരാതന ശൂന്യങ്ങളെ പണിയാൻ, കേട് തീർക്കാൻ, അടിമത്വ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ പരിശുദ്ധാത്മാവായ ദൈവം നമ്മോട് സംസാരിക്കുന്നു. 107-ാം സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവാം ദൈവം ഇടപെട്ട് സംസാരിക്കുകയാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ ഇങ്ങനെ പറയട്ടെ, അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത
വഴികളിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. അവർ വിശന്നും ദാഹിച്ചുമിരുന്നു. അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവിടുന്ന് യേശു ദൈവം അവരെ ചൊവ്വയുള്ള വഴികളിൽ നടത്തി. അവർ യഹോവയെ അവിടുത്തെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവൻ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓരോ ദിവസവും ആത്മീകമായി സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു, ഭൗതികമായി സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവൻ നൽകുന്നു, ചൈതന്യം നൽകുന്നു. പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെ വേർപിടിപ്പിക്കുന്നതുവരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം അനുദിനവും ധ്യാനിച്ച് സുവിശേഷ ഭാഗങ്ങൾ, ലേഖന ഭാഗങ്ങൾ, വിശുദ്ധ വെളിപ്പാട് പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമായ ചരിത്ര പുസ്തകം, ഇവയെല്ലാം വായിച്ചു പഠിക്കുന്ന ദൈവവൈതലിന് ഓരോ ദിവസവും ആത്മീകമായി ചൈതന്യവും ആത്മീകമായി സ്വാതന്ത്ര്യവും ലഭിച്ചു എന്ന വിശ്വാസത്തോടെ മുന്നോട്ട് ജീവിതം നയിക്കാൻ കഴിയും. ഈ രാവിലെ ദൈവവചന സന്ദേശം കേട്ട പ്രിയരെ, കർത്താവായ യേശുക്രിസ്തു നൽകിയ സ്വാതന്ത്ര്യം എല്ലാ അർത്ഥത്തിലും നമുക്ക് വിടുതലായി തീരട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീത പ്രഭാതത്തിൽ ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ, ഡയറക്ടറെ, മറ്റു പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടും ദൈവവചനം ശ്രവിച്ച എല്ലാവരെയും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തികമായി ഒരു വലിയ സ്വാതന്ത്ര്യം ഈ മണിക്കൂറുകൾ തുടങ്ങി സകല മനുഷ്യരും അനുഭവിക്കട്ടെ. ഈ ടീം പ്രവർത്തനങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കർത്താവ് കൃപ ചെയ്യണം. ദൈവവേലയിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ സഹായിക്കണം. സകലവിധ അനുഗ്രഹത്താലും നിറയ്ക്കും. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തന്നെ ആമേൻ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടും ആത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം തിരുഹൃദയത്തിൻ മുൻപിൽ. തിരുവചനം പകരാൻ അരികിൽ നീ വന്നിരുന്നു. അറിഞ്ഞില്ല എൻ്റെ നാഥ അവിടുത്തെ സാന്നിധ്യം ഞാൻ. തിരുവചനം പകരാൻ അരികിൽ നീ വന്നിരുന്നു. അറിഞ്ഞില്ല എൻ്റെ നാഥ അവിടുത്തെ സാന്നിധ്യം ഞാൻ. ഇരുളിൻ്റെ പാത തേടി അലയവേ ഞാനറിഞ്ഞു. മനസുഖമങ്ങു ദൂരെ എവിടെയോ പോയി മറഞ്ഞു. യേശുനാഥ നിന്റെ നാമമൊന്നു മാത്രം. തിരുഹൃദയത്തിൻ മുൻപിൽ
മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ തിരുഹൃദയത്തിൻ മുൻപിൽ. ഇനിയുമെൻ ജീവനിൽ നീ കരുണയെഴും തണലായി തരളിത സ്നേഹമോടെ തഴുകിടുവാൻ വരണേ. ഇനിയുമെൻ ജീവനിൽ നീ കരുണയെഴും തണലായി തരളിത സ്നേഹമോടെ തഴുകിടുവാൻ വരണേ. ഇനി എൻ്റെ പാലകനായി അലിവേഴും മോചകനായി അഴലുകൾ നീക്കിടുമെൻ അരികിലെ സ്നേഹിതനായി ഹൃദയത്തിൽ പൂജിക്കുന്നു നിന്നെ എന്നും യേശുനാഥ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം തിരുഹൃദയ